ആശങ്കയൊഴിയുന്നില്ല ആറാം നാളും. അർജുൻ സഞ്ചരിച്ച ട്രക്ക് റഡാറിലില്ലെന്ന് വ്യക്തമായതോടെ തിരച്ചിലിനി പുഴയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. നിറഞ്ഞൊഴുകുന്ന ഗംഗാവലി പുഴയുടെ മധ്യത്തെ മൺകൂന ദൃശ്യങ്ങൾ ഈ ആശങ്ക വ്യക്തമാക്കുന്നതുമാണ്. KB ശ്രീധരനും രാഹുൽ KVയുമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും അവിടെ സംഭവിക്കുന്ന പുതിയ കാര്യങ്ങൾ, പ്രതീക്ഷകളൊക്കെയും പങ്കുവയ്ക്കുന്നവരാണ്. KB ശ്രീധരൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുകയാണ്. ഗംഗാവലി പുഴയിലെയും ആ മൺകുനയും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, ആശങ്കയേറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തനം ആറാം ദിവസവും കഴിയാൻ പോവുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ, ആശ്വാസം നൽകാൻ പറ്റുന്ന വിവരങ്ങൾ ഈ നിമിഷം നൽകാനുണ്ടോ? തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? തിരച്ചിൽ ഇപ്പോഴും ഈ വൈകിയ വേളയിലും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സന്നാഹങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ കൂടുതൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും റോഡിനോട് ചേർന്ന് നേരത്തെ സൂചിപ്പിച്ച സിഗ്നൽ കാണിച്ചതിന്റെ ഇടതുവശത്തുള്ള റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ മണ്ണാണ് ഇപ്പോൾ മാറ്റുന്നത്. ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മണ്ണ് മുകളിൽ നിന്ന് വന്നാൽ അത് വലതുവശത്തേക്ക് സ്വാഭാവികമായിട്ടും ചെരിയൂ. അതുകൊണ്ട് തന്നെ ആ വശത്ത് വണ്ടി ഉണ്ടെങ്കിൽ എളുപ്പം കണ്ടെത്താനാകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആ ഭാഗത്തെ മണ്ണ് നീക്കുന്നത്. 32 അടിയോളം നീളമുണ്ട് വാഹനത്തിന്. ആ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന. അത്രയും ഭാഗം കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതായാലും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ ലോറി GPS സിഗ്നൽ കാണിച്ച ഭാഗത്ത് കാര്യമായിട്ട് 90% മണ്ണ് നീക്കിയപ്പോഴും കാണാനായില്ല. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ മണ്ണിന്റെ നിക്ഷേപം കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അത് നീക്കി പരിശോധിക്കുന്ന കാര്യം കൂടി നോക്കണം എന്നുള്ള ഒരു കാര്യം മന്ത്രി പറയുകയുണ്ടായി. ഏതായാലും അതനുസരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ നാളെ അതായിരിക്കും കൂടുതൽ മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവുക. നിലവിൽ തന്നെ ഓൾറെഡി തന്നെ നേവിയുടെയും NDRFിന്റെയൊക്കെ മുങ്ങൽ വിദഗ്ധർ നദിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. എല്ലാവിധ റഡാറുകളൊക്കെ ഉപയോഗിച്ച് നദിയിലും പരിശോധന നടത്തി. പക്ഷെ അവിടെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. ഏതായാലും എല്ലാ ഭാഗത്തും എല്ലാ തരത്തിലുമുള്ള പരിശോധനകൾ നടത്തുകയാണ് ഇപ്പോൾ ഈ രക്ഷാ ദൗത്യത്തിലുള്ള സംഘം. നിലവിൽ ഏതായാലും NDRFും സൈന്യവും അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും ചേർന്നാണ് ഈ പരിശോധനകളൊക്കെ നടത്തുന്നത്. മറ്റു സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. ഏതായാലും വിശദമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് കാലാവസ്ഥ അനുകൂലമായാൽ രാത്രി കുറച്ചധികം നേരം കൂടി പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.